നിലമ്പൂർ തകർത്ത് അങ്ങ് ആടുകയാണ്, തിമിർക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ പ്രതീക്ഷകളും ഞാൻ ഉദ്ദേശിച്ച ചിലരുടെയൊക്കെ പ്രതീക്ഷകൾ മാറ്റിമറിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് കുതിക്കുകയാണ്. ഏകദേശം 10,000-ത്തിലധികം ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച്. വോട്ടെണ്ണി തീർന്നിട്ടില്ല എങ്കിൽ പോലും കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ കഴിഞ്ഞത്? ധന്യയുടെ പ്രതീക്ഷ എന്തായിരുന്നു? സത്യസന്ധമായി പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞോ എനിക്കറിയാം. എന്തിനാ പറയാതിരിക്കുന്നത്? എന്തിനാ? ഞാൻ പ്രതീക്ഷിച്ചത് സ്വരാജ് അവിടെ വിജയിക്കും എന്നുള്ളതായിരുന്നു. എത്ര വോട്ടിന്? വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല. ഒരു 2500-3000 മാക്സിമം, അത്രയും വോട്ടിന് സ്വരാജിന് വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു. കാരണം അൻവർ പാലം വലിക്കും ഷൗക്കത്തിനെതിരെ. കാരണം അൻവറിനെ, ആര്യാടൻ ഷൗക്കത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ അൻവർ ഒരു കളി കളിച്ചാൽ അത് സ്വരാജിന് വലിയ ഗുണം ചെയ്യുകയും സ്വരാജ് ജയിക്കാൻ വലിയ ഭൂരിപക്ഷത്തിലല്ല, ഒരു 3000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ സ്വരാജ് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ, തുടക്കം മുതൽ ഈ നിമിഷം വരെ ആര്യാടൻ ഷൗക്കത്ത് ഒരിടത്ത് പോലും പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിൽക്കുമെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഇവിടെ നിലമ്പൂരിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്റെയും പ്രതീക്ഷ സ്വരാജ് ഒരു 3000-4000 ഇടയിൽ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻവർ ഒരു 10,000-ന് മേളിൽ വോട്ട് പിടിക്കും പറഞ്ഞായിരുന്നു. അൻവർ ശരിക്കും അവിടെ കളിച്ചത് അൻവർ. അതിലൊരു സംശയം. ഒരു 17,000 വോട്ടിന് മേളിൽ അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ആ പിടിച്ചതിൽ കുറെ ഭൂരിപക്ഷം വോട്ടും ഇടതുപക്ഷത്തിന്റെ അവിടെയാണ് പണി. പക്ഷെ അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ മണ്ഡലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ എന്ന മണ്ഡലം ആര്യാടൻ കുടുംബത്തിന്റെ മണ്ഡലമാണ്. അച്ഛന് ശേഷം മകൻ, ആ ഒരു അവസ്ഥയിലേക്കാണ്. അവിടെ അൻവറിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ ഇടതുപക്ഷം 2016. അൻവറിൻ്റെ കുടുംബ പേരും കാര്യങ്ങളും ഒക്കെ നിലമ്പൂരിൽ വ്യാപകമായി കിടക്കണമുണ്ട്. അൻവറിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് അത് അൻവറിന് കിട്ടി. കൂടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൊണ്ട് അൻവർ 2 തവണ ജയിച്ചു. കഴിഞ്ഞ തവണ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ തവണ അൻവർ ശരിക്കും അവിടെ ജയിക്കാനേ പാടില്ലാത്തൊരു കാൻഡിഡേറ്റാണ്. കാരണം അൻവർ ആ സമയത്ത് മറ്റേ ആഫ്രിക്കയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നെയാണ് വരുന്നത്. MLA കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് UDF-കാർ അവിടെ ഫ്ലക്സും MLA ഓഫീസിന് മുന്നേ MLA കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫ്ലക്സൊക്കെ വെച്ച കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അൻവർ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അൻവർ അവിടെ ജയിക്കാനുള്ള. പക്ഷേ അൻവറിൻ്റെ കുടുംബ വോട്ടും LDF-ന്റെ വോട്ടും, LDF-ന്റെ ഉറച്ച വോട്ടുകൾ അനി ഏത് പണ്ട് പറയാറുണ്ട് LDF-ന് വേണ്ടിയിട്ട് ഏത് കുറ്റിച്ചൂരിൽ നിർത്തിക്കഴിഞ്ഞാൽ LDF-ന് കിട്ടുന്ന വോട്ട് കിട്ടുന്നുള്ളത്. അത് തന്നെ. പക്ഷേ ഇവിടെയും നിലമ്പൂരും ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്, ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടാവും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ അൻവറിൻ്റെ പോക്കറ്റിലുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ വോട്ട് ഇപ്പം നോക്കി, ഇപ്പം ആ അൻവറിൻ്റെ 15,000 വോട്ടും കൂടെ സ്വരാജിനോട് ചേർത്ത് കഴിഞ്ഞാൽ സ്വരാജിനല്ലേ ഭൂരിപക്ഷം? അതെ. അൻവർ അത്രയും വോട്ട് പിടിച്ചു. പക്ഷേ അൻവർ തെരഞ്ഞെടുപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ വിജയം സ്വരാജിനായിരിക്കുമായിരുന്നു. അൻവർ നിന്നില്ലായിരുന്നെങ്കിൽ വിജയം സ്വരാജ്. പക്ഷേ ഇടതുപക്ഷം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഷൗക്കത്തും അൻവറും തമ്മിൽ അടിയാണല്ലോ. അതെ. അൻവർ പിടിക്കുന്ന കുറേ വോട്ട് UDF-ൻ്റെതായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അവിടെ നിഷ്പക്ഷ വോട്ടുകൾ ഒരുപാടുണ്ട്. അത് അൻവർ ഏകദേശം പോക്കറ്റിലാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം, സാധാരണ ഇന്ന് തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ വന്നു കഴിയുമ്പം ഇടതുപക്ഷം പറയേണ്ട ഒരു ഡയലോഗാണ് ഇന്നലെ BJP-യുടെ കാൻഡിഡേറ്റ് പറഞ്ഞത്. അതായത് BJP-ക്ക് കിട്ടേണ്ട വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് പോയി. അല്ല, അവസാന നിമിഷം ഞങ്ങൾക്ക് തോൽക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തന്നെ മറിച്ചു എന്നാ പറഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചേ, സത്യത്തിൽ ഇദ്ദേഹത്തിന് കിളി പോയി കിടക്കുകയാണോ? ഒരാളൊക്കെ തലേ ദിവസം വന്ന് ധൈര്യത്തിൽ പറയുകയാണ് ഞങ്ങളങ്ങ് മറിച്ചു, ഒന്നും നോക്കിയില്ല, തോക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളങ്ങ് സാധാരണ പറയുന്നത് എന്താ, അങ്ങനെയൊക്കെ പോയി കാണും, അത് അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങള് അന്വേഷിച്ച് അങ്ങ് പോവും, അടുത്ത തെരഞ്ഞെടുപ്പ് വരും, അതുവരെ ഒരു അന്വേഷണത്തിലായിരിക്കും. പക്ഷെ ഇതൊക്കെ പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ഞങ്ങളങ്ങ് മറിച്ചു. ഇന്നലെ അന്തി ചർച്ച മുഴുവൻ ഇതിനെ കുറിച്ചായിരുന്നു. അതായത് BJP-യുടെ സ്ഥാനാർത്ഥിയാണ് പറയുന്നത്. ഇതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. കാരണം ബുദ്ധിയുള്ള ഒന്നിനെ അവിടെ നിർത്താൻ പറ്റില്ല, ബുദ്ധിയുള്ള ഒന്നിനെ അവിടെ കിട്ടാനില്ല. എന്നിട്ട് അവസാനം കോൺഗ്രസ് ഒന്നിനെ കൊണ്ടുവന്ന അത് മന്ദബുദ്ധിയായി പോയി. സത്യം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെന്ന് മൈക്കിന്റെ മുന്നേ നിന്ന്, ചാനലുകളുടെ മുന്നേ നിന്ന് ആർക്കെങ്കിലും പറയാനുള്ള ഒരു ഇതുണ്ടാവുമോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പോവുള്ളൂ. അപ്പൊ പിന്നെ ഇടതുപക്ഷം വരാതിരിക്കാൻ ഞങ്ങൾ ഇത് കറക്റ്റായിട്ടത് പറയുന്നുണ്ട്. ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ UDF-ന് മറിച്ചൊന്ന് ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഒരു രീതിയാണത്. പണ്ട് മുതലേ BJP ആയിട്ട് സംസാരിച്ചിട്ട് ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ജയിക്കണം എന്നുള്ള ആ ലെവലിൽ BJPയുടെ കുറേ വോട്ട് പിടിക്കാറുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അല്ല, അതിന് ഇപ്പുറം ഈ പ്രചാരണ രംഗത്തെല്ലാം മുഖ്യമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ഈ നിലമ്പൂരിലെ വിജയമോ പരാജയമോ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, കാരണം അത് UDFന്റെ കോട്ടയാണ്, അവിടെ UDF ജയിക്കൂ, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിതൊരു വിഷയം. പിന്നെ എന്തിനാ സ്വരാജിനെ നിങ്ങൾ നിർത്തിയത്? സ്വരാജിനെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരുകാരൻ മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം സ്വരാജിനെ നിർത്തിയത്. സ്വരാജിനെ നിർത്തിയ ഒരു ശക്തമായ മത്സരം. കാരണം അൻവർ എന്തായാലും മത്സരിക്കുന്നറിയാം. ഇവർ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അൻവർ UDFൽ പോകും. ആര്യടൻ ഷൗക്കത്തൊന്നും മത്സര രംഗത്ത് ഉണ്ടാവില്ല, അൻവർ ആയിരിക്കും മത്സര രംഗത്തുനിന്ന്. സ്വാഭാവികമായിട്ടും അൻവറാണ് മത്സര രംഗത്തിൽ പോലും. സ്വരാജ് അല്ലാതെ അവിടെ വേറൊരു ശക്തനായ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ ഇല്ല CPMന്. ഇല്ല. സ്വരാജിന്റെ നാട്, അൻവറിന്റെ നാട്, ഷൗക്കത്തിന്റെ നാട്. അപ്പോൾ ആ ഒരു നാട്ടുകാർ തമ്മിലുള്ള ശക്തമായ മത്സരം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചാണ് സ്വരാജിനെ നിർത്തിയത്. അൻവർ അല്ല പക്ഷേ UDFന്റെ കാൻഡിഡേറ്റായിട്ട് വന്നത്, ഷൗക്കത്താണ്. അപ്പോൾ CPMനും LDFനും കുറച്ചുകൂടെ പ്രതീക്ഷയായി. അപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് CPMന്റെ ചിഹ്നത്തിൽ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ ഒരു കാൻഡിഡേറ്റിനെ വെക്കുന്നു. ആ കാൻഡിഡേറ്റിനെ വെച്ചിട്ട് ശരിക്കും നല്ല പ്രചരണം നടത്തിയിട്ടുണ്ട്. അവിടെ പ്രചരണം നടത്തിയത് മുഴുവൻ LDF ആണ്, പ്രത്യേകിച്ച് CPM ആണ് അവിടെ പ്രചരണം നടത്തിയത്. UDFും അൻവറൊന്നും അത്ര വലിയ പ്രചരണം നടത്തിയിട്ടില്ല. പക്ഷേ അൻവർ നല്ല ഗെയിം അവിടെ കളിച്ചു. അതിന്റെ ബാക്കി പത്രമാണ് അൻവർ ഇപ്പോൾ പിടിച്ചത്. ഇപ്പം എത്രയായി അൻവറിന്റെ? 15,000-ന് മേളിൽ പോയി. ഇപ്പം 9,000 ആയി. 13 റൗണ്ട് എണ്ണിയപ്പോ 9,410 മുന്നിലാണ് ഷൗക്കത്ത്. അതായത് നിലമ്പൂർ അവർ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് തന്നെ ഇപ്പൊ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. അതായത് 8,800 പിന്നിട്ടു ലീഡ്. അപ്പൊ 10,000-ന് മുകളിൽ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 44,000-ന് മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെത്. CPMന്റെ കണക്കനുസരിച്ച് സ്വരാജ് 85,000 വോട്ട് പിടിക്കുന്ന, ഷൗക്കത്ത് 70 ചില്ലറ വോട്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു വരും. അതെ, എന്ത് പോക്കാ പകയം പോണത് അല്ലേ സത്യത്തിൽ. ഈ ഷൗക്കത്തൊന്നും നമ്മുടെ ഈ സർക്കിളിൽ ഇല്ലാത്തത് കൊണ്ട്, സർക്കിളിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇദ്ദേഹത്തെ നമ്മൾ അത്ര ചർച്ചയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഷൗക്കത്തിനെ കുറിച്ച്. ആര്യടൻ മുഹമ്മദിനെ പോലെ ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് അങ്ങനെ വലിയ ചർച്ചകളൊന്നും വന്നിട്ടില്ല. പക്ഷെ വരുമ്പോൾ നമുക്ക് പുള്ളി ഒരു കൃത്യമായി കാര്യങ്ങൾ പറയുന്ന, കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് എന്നതിനപ്പുറം ഒരു ഇത്ര വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കൃത്യമായി ചില സാഹചര്യങ്ങളിൽ മനസ്സിലായില്ല. പക്ഷെ ഇപ്പോ ഇദ്ദേഹം ഇത്ര കരുത്തനായ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോ നിലമ്പൂരൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കണമെങ്കിൽ ചില്ലറ കളിയൊന്നും ആയിരിക്കില്ലല്ലോ അവിടെ കളിച്ചത്, അല്ലേ? എനിക്ക് തോന്നുന്നില്ല VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയുടെ ഒന്നും കളിയല്ല ഇതില് മുസ്ലിം ലീഗിന്റെ വ്യക്തമായ പിന്തുണയുണ്ട്, മുസ്ലിം ലീഗിന്റെ വ്യക്തമായ ഇടപെടലുകളുണ്ട്. മുസ്ലിം ലീഗിനെ ഒരാളെ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് നിലമ്പൂരിലൂടെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. UDFന് അവർ കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ സാധിക്കും പലതും എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 2 സീറ്റ് കൂടുതൽ ചോദിക്കും മുസ്ലിം ലീഗ്. തീർച്ചയായിട്ടും.